ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബിവോക്ക് MLT തേർഡ് സെമ്മിലെ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ലാബ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ബാക്കിയുള്ള പോർഷൻസ് ആണ് പറയുന്നത്. ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ്. അപ്പോൾ അതിൽ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് GLPനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ഒരു ഗുഡ് ലബോറട്ടറി പ്രാക്ടീസിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത്. അതിൽ വരുന്നത് സർട്ടിഫിക്കേഷൻ ഓഫ് ലാബ് ഫെസിലിറ്റീസ്. നമ്മുടെ ലാബിന് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന അനാലിസിസ് സർട്ടിഫിക്കേഷൻ ഉള്ളതായിരിക്കണം. പിന്നെ സ്പെസിമെൻസും അതുപോലെ തന്നെ സാമ്പിൾസൊക്കെ ട്രാക്കിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ക്വാളിറ്റി അഷ്വറൻസ് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഡോക്യുമെൻറ്റേഷൻസും അതുപോലെ തന്നെ റെക്കോർഡ്സ് നമ്മുടെ ലാബിൽ ഉണ്ടായിരിക്കണം. ഇൻസ്ട്രുമെൻറ്റേഷൻസ് വാലിഡേഷൻസ് ഉള്ളതായിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. അക്കൗണ്ടബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയുന്നത് ഒരു ഗുഡ് ലബോറട്ടറി പ്രാക്ടീസിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി സിസ്റ്റമാണ്. അതെന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കിപ്പോൾ ഒരു ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് അല്ലെങ്കിൽ ഗുഡ് വർക്കിംഗ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ലെവലിലാണെങ്കിലും അതല്ലാത്തൊരു വർക്കിനാണെങ്കിലും നമുക്കൊരു നല്ലൊരു പ്രാക്ടീസോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരിക്കണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ റിപ്പോർട്ടിങ്, ഇതൊക്കെ നമുക്ക് എന്തിലുണ്ടായിരിക്കണം, ഒരു നല്ലൊരു വർക്കിംഗ് ഏരിയയിൽ നമുക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് റെഗുലേഷൻസ് ബിക്കം എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ലബോറട്ടറി ഇൻ റെസ്പോൺസ് ടു മാൽ പ്രാക്ടീസ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ബൈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഹോസ്പിറ്റൽസ് ആൻഡ് കോൺട്രാക്ട് ഫെസിലിറ്റീസ്. അതായത് നമ്മുടെ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാബിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ ലാബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിസൾട്ട് കൊടുക്കുമ്പം അത് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനാണെങ്കിലും ഹോസ്പിറ്റൽസിനാണെങ്കിലും കോൺട്രാക്ട് ഫെസിലിറ്റീസിനാണെങ്കിലും അതിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിലും എന്താവശ്യമാണ്, നമുക്കൊരു GLP സിസ്റ്റം ആവശ്യമാണ്. നമ്മുടെ GLPയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ടെസ്റ്റ് ഡാറ്റ, നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിനെയും അതായത് അതിൻ്റെ മൂല്യത്തിനെയും അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റിനെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസ്, ഫുഡ്, കോസ്മെറ്റിക്സ്, ഇതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് ആവശ്യമാണ്. അടുത്ത ടോപ്പിക്ക് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ക്ലിനിക്കൽ ലബോറട്ടറി പ്രാക്ടീസസ് ആണ്. GCLP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗുഡ് ക്ലിനിക്കൽ ലബോറട്ടറി പ്രാക്ടീസസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്കൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് നമുക്കവിടെ നമ്മുടെ വർക്കിംഗ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള ലാബ് റിസൾട്ടുകളായിരിക്കണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള ലാബ് റിസൾട്ട് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സാമ്പിൾ കളക്ഷൻ തൊട്ട് നമ്മളൊരു പ്രോസസ്സുകൾ ചെയ്യുന്നത് വരയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഡോക്ടേഴ്സിന് ആ ഒരു ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു രോഗാണുവിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഡക്ട്സ് സേഫ്റ്റി എഫിക്കസി ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ടു ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് കെയർ. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് കൃത്യമായിട്ടുള്ള കെയർ കൊടുക്കുന്നതിനൊക്കെ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഓൾസോ റിക്വയർഡ് ടു പ്രൊട്ടക്റ്റ് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ക്ലിനിക്കൽ ട്രയൽ പാർട്ടിസിപ്പൻസ്. ഈ ഒരു ഡാറ്റ കൊടുക്കുന്നത് വഴി നമുക്കൊരു ഹെൽത്ത്, അതായത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു
GLPs നല്ലൊരു റിസൾട്ട്, അതായത് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്പെസിമെൻസ് കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വാലിഡേഷനോട് കൂടിയിട്ടുള്ള നമ്മുടെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നല്ലൊരു റിസൾട്ട് കിട്ടും. ആ നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമ്മുടെ പേഷ്യൻറ്റിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും പേഷ്യൻ്റെ രോഗമൊക്കെ നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ദർ ആർ മെനി ബെനിഫിറ്റ്സ് ടു ലബോറട്ടറീസ് ദാറ്റ് ആർ GCLP കംപ്ലൈൻറ്റ്. ദ മെയിൻ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ്, അതായത് നമ്മുടെ ഗുഡ് ക്ലിനിക്കൽ ലബോറട്ടറി പ്രാക്ടീസ് കൊണ്ടുള്ള എന്താണ് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലബോറട്ടറി റിസൾട്ട് തന്നെയാണ്. നമുക്ക് കൂടുതൽ റിലയബിൾ ആയിട്ടും റീപ്രൊഡ്യൂസബിൾ ഓഡിറ്റബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് നെഗറ്റീവ് ആൻഡ് ഫോൾസ് പോസിറ്റീവ്സ് ആർ റെഡ്യൂസർ. നമുക്ക് ഫോൾസ് പോസിറ്റീവ് അതുപോലെ തന്നെ ഫോൾസ് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഹയസ്റ്റ് ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ റിസൾട്ട്സ് ആർ കമ്പയറബിൾ ടു ദോസ് ഒബ്റ്റെയിൻഡ് ഇൻ അതർ കംപ്ലൈൻറ്റ്സ് ലബോറട്ടറീസ് അറൗണ്ട് ദ വേൾഡ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ ലോകത്ത് തന്നെയുള്ള എന്താണ് റിസൾട്ടുകളുമായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാനായിട്ട് കമ്പയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസേഴ്സ് ക്ലയൻറ്റ്സ് ഇവരുടെയൊക്കെ കോൺഫിഡൻസൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. യൂണിഫോമിറ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സിസ്റ്റംസ്, നമ്മുടെ സിസ്റ്റംസിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ചിട്ടയോട് കൂടിയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നു. ഇത്രയാണ് നമുക്കതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സ് ഓഫ് GLP ആണ്. അതായത് ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ റിസർച്ചേഴ്സിനൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അവരുടെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടും സാധിക്കുന്നു. ഈ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് റിക്വയർഡ് ടു അവോയ്ഡ് മിസ്റ്റേക്ക് ആൻഡ് മേക്ക് ഷുവർ എവരി വൺ ഈസ് ഫോളോയിങ് ദ സെയിം റൂൾസ്. അപ്പോൾ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് റിക്വയർഡ് ടു അവോയ്ഡ് മിസ്റ്റേക്ക്, നമുക്ക് മിസ്റ്റേക്കുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള റൂളുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടുകളൊക്കെ കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടും പറ്റുന്നു. പിന്നെ വളരെ അക്യുറേറ്റ് ആയിട്ടും ക്വാളിറ്റിയുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടുന്നു. അതുപോലെ അങ്ങനെയുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനുഷ്യന്മാരുടെയൊക്കെ അസുഖങ്ങൾ നമുക്ക് ചെറുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് 8 മെയിൻ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസിന് എക്സാമ്പിൾസ് ആണ് നമുക്ക് തരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻസ്. ഓഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലാബിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻസ്പെക്ഷനുകളിലൂടെ നമുക്കത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അതായത് കറക്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ കറക്റ്റ് പ്രോസസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ടോ, കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടി ഓഡിറ്റും റിപ്പോർട്ടും നമ്മുടെ ലബോറട്ടറിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമുക്കറിയാം SOPs എന്നാണ് നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് പറയാം. ഇതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഇൻസ്പെക്ടേഴ്സ് അതുപോലെ തന്നെ ലബോറട്ടറീസിലൊക്കെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർലി റിട്ടൺ ആൻഡ് ഈസിലി ആക്സസിബിൾ ടു ഓൾ സ്റ്റാഫ്. നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് ക്ലിയർലി നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം ഓരോ സ്റ്റാഫുകൾക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗൈഡ് ലൈൻസിൽ നമുക്ക് എ സെറ്റ് ഓഫ് ഫോംസ് ഓർ ഡോക്യുമെൻറ്റ് ഷുഡ് ബി അവൈലബിൾ ടു റെക്കോർഡ് ഡാറ്റ. ഒരു സെറ്റ് ഫോമുകളും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഉണ്ട്. അത് നമുക്ക് ഓരോ ഡാറ്റാസും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഈസിലി എന്താണ് ആക്സസിബിളും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പറ്റുന്നതാണ്. ഈ SOPs ensure standard are measured and being met. This established the efficient production and reliable research result. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ദ
എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ, കൃത്യമായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിലയബിൾ റിസർച്ച് റിസൾട്ട്, നമ്മൾ ഓരോരോ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടുകൾ കൃത്യമായിട്ട് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ടൊരു ചിട്ടയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്റ്റാഫുകൾക്ക് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അതാണ് അതിൽ ചുരുക്കം പറയുന്നത്.